ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇൻഡീസ് വ്ലോഗ്സ്. എല്ലാവർക്കും ഇൻഡീസ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. നമ്മളിവിടെ കുറച്ച് അധികം ഹാപ്പിനെസ്സിലാണ് ഉള്ളത്. കാരണം എന്താ, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചാനല് 1000 സബ്സ്ക്രിപ്ഷൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. നമുക്ക് 2 ആഴ്ചത്തോളമായി നമ്മുടെ 1000 സബ്സ്ക്രിപ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട്. എനിക്ക് അന്ന് ഒരു ലോങ് വീഡിയോ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നമുക്ക് എന്തായാലും ഒരു ലോങ് വീഡിയോ എന്തായാലും ചെയ്തത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്തിരുന്നാലും സമയം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് എന്ന് വിചാരിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മാത്രമല്ല, നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എങ്ങനെയാണ് അതിന്റെ സബ്സ്ക്രിപ്ഷൻസ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക, അതിന് കുറച്ച് ടിപ്പുകളൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ചെറിയ ടെക്നിക്സുകൾ, ടിപ്പുകൾ, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി പോയതോ, നിങ്ങൾ മടി പിടിച്ച് ഉപയോഗിക്കാതിട്ടുള്ള ചാനലോ, സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മെന്റലി ഡൗൺ ആയി കിടക്കുന്ന ഒരു ചാനലായിക്കോട്ടെ, അല്ലെങ്കിൽ വ്യൂസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാനൽ വേണ്ടാന്ന് വെച്ചിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ ഒന്നും വിഷമിക്കേണ്ട. നമ്മുടെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് 365 ദിവസത്തിൽ 1000 സബ്സ്ക്രിപ്ഷനും 3000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഇരുന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ യൂട്യൂബിന് വേണ്ടി ഞാൻ ചെയ്തത്, എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ എന്ത് കൊടുത്തു, എന്തെങ്കിലും കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലിൽ നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയ ചാനലായിക്കോട്ടെ, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രിപ്ഷൻ കയറാത്ത ചാനലായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എളുപ്പത്തിൽ നമ്മുടെ ഈ ഒരു ചാനലിനെ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. എന്തൊക്കെയാണ് നമ്മുടെ ചാനലിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. പുതിയൊരു യൂട്യൂബർ ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളുടെ ചാനല് അവിടെ സ്റ്റക്കായി പോയി, എനിക്ക് വ്യൂസ് കിട്ടിയില്ല, എനിക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ല, 365 ദിവസത്തിനുള്ളിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിചാരം ഇതോടുകൂടി നിങ്ങൾ മാറ്റാട്ടോ. നിങ്ങളെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ പുതിയൊരു യൂട്യൂബർ ആയി നിങ്ങൾ എന്തെങ്കിലും വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1000 സബ്സ്ക്രിപ്ഷനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചാനൽ തുടങ്ങി, നമ്മൾ പുതിയൊരു മെയിൽ ഐ ഡി ഒക്കെ എടുത്ത് നിങ്ങളൊരു ചാനൽ തുടങ്ങി. നിങ്ങൾ ചാനലിൽ 1ഉം 2ഉം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. 1 വ്യൂ, 2 വ്യൂ, 10 വ്യൂ, അങ്ങനെയൊക്കെയാണ് ആദ്യം വ്യൂസുകൾ കയറി പോകുന്നത്. എനിക്ക് ആദ്യത്തെ വ്യൂസ് വെറും 30 വ്യൂ, 40 വ്യൂ, 10 വ്യൂ, അങ്ങനെയുള്ള വളരെ ദാരിദ്ര്യം പിടിച്ച വ്യൂസുകളാണ് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കുക. അതൊന്ന് സബ്സ്ക്രിപ്ഷൻ കയറുന്നത് ഒരു 50 വ്യൂ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടായില്ല. ഒരു സബ്സ്ക്രിപ്ഷൻ ആ കൂടി ചിലപ്പോൾ 1ഓ 2ഓ സബ്സ്ക്രിപ്ഷനും കയറിയാൽ കയറി. വീഡിയോ ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ അവരത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചാനൽ തുടങ്ങി, ഇന്നൊരു വീഡിയോ ഇട്ടു, പിന്നെ 4 ദിവസം കഴിഞ്ഞൊരു വീഡിയോ ഇട്ടു, വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു വീഡിയോ ഇട്ടു. അതല്ല, യൂട്യൂബിന്റെ അൽഗരിതം വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചാനൽ തുടങ്ങിയ ആ ടൈം മുതൽ നിങ്ങൾ പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ 3ഉം 4ഉം വീഡിയോസ് എന്ത് ചെയ്യുക, ഡെയിലി അപ്ലോഡ് ചെയ്യുക. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാനൊക്കെ ചെയ്ത് എനിക്ക് വളരെ ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള വ്യൂസുകളും സബ്സ്ക്രിപ്ഷനും കയറിയിരുന്ന സമയത്ത് ഞാൻ അങ്ങനെയുള്ളൊരു ടെക്നിക്കാണ് ചെയ്തത്. നമുക്കൊരു 3-4, ഞാൻ അത് ചെയ്യുന്നതും വേറൊരാളുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. ഇങ്ങനെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് നമ്മൾ യൂട്യൂബിനെ പറ്റി മൊത്തമായി ഒരു അവലോകനം എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ യൂട്യൂബിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ചെയ്ത കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഓരോ ദിവസവും 3-4 വീഡിയോസ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമ്മുടെ നോട്ടിഫിക്കേഷൻ പോകുമ്പോഴത്തേനും അവരെന്ത് വിചാരിക്കും, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ എന്തെങ്കിലും റിപ്പോർട്ട് അടിക്കുമോ, ചാനൽ റിപ്പോർട്ട് അടിക്കുന്നേ, അവർക്ക് ഇഷ്ടപ്പെടില്ലേ, അങ്ങനെയുള്ള ധാരണ ഒന്നും വേണ്ട. നിങ്ങൾ പബ്ലിക് എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിർത്തി പോകരുത്. അവരെന്ത് വിചാരിക്കുന്നു എന്നതിലല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു അതിലാണ് കാര്യം. നമ്മൾക്ക് വേണ്ടി, നമ്മുടെ ചാനലിന് വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നു അതിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവരുടെ കമന്റുകളോ, ബാക്കിയുള്ളവരുടെ പ്രഷറോ, ബാക്കിയുള്ളവരുടെ ടോക്കോ ഒന്നും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഡെയിലി എന്ത് ചെയ്യുക, 3-4 വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഷോർട്ട് വീഡിയോസ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ളതും ഭയങ്കര ഹോപ്പ് ഉള്ളതും ഷോർട്ട് വീഡിയോസിലാണ്. അപ്പൊ ഈ ഷോർട്ട് വീഡിയോസിന് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ഷോർട്ട് വീഡിയോസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് വീഡിയോസ് തന്നെ മെയിൻ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക. ലോങ് വീഡിയോസ് ആഴ്ചയിൽ 2-3 ലോങ് വീഡിയോസ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതിപ്പോൾ ഞാനൊക്കെ വളരെ കുറവാണ്. എൻ്റെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ലോങ് വീഡിയോസിൻ്റെ എണ്ണം വളരെ കുറവാണ്. എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടുതൽ കിട്ടിയത് ഷോർട്ട് വീഡിയോസിനാണ്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസിനാണ് കോൺസെൻട്രേഷൻ കൊടുത്തത്. പെട്ടെന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഷോർട്ട് വീഡിയോസിന് സബ്സ്ക്രിപ്ഷൻ നല്ലോണം കൂടാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഷോർട്ട് വീഡിയോസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഷോർട്ട് വീഡിയോ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട മൂന്നാമതായിട്ടുള്ളൊരു കാര്യം, ഓരോ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴും നമ്മളിപ്പോൾ 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ഈ 3-4 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈം ടു ടൈം തന്നെ അപ്ലോഡ് ചെയ്യുക. ഇപ്പം ഇന്ന് രാവിലെ 9 മണിക്ക് നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യണം, വീണ്ടും ഈ സെയിം ടൈമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ 1 മണിക്ക് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം 1 മണിക്ക് അപ്ലോഡ് ചെയ്യുക. അതേപോലെ 5 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 മണിക്ക് അപ്ലോഡ് ചെയ്യുക. അതിന് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനും ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾ വെക്കുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിന്റെ ഗ്രാഫ് മനസ്സിലാവും. എങ്ങനെയാണ് അവരുടെ ഗ്രാഫ് ഉള്ളത്, അവർ ഓപ്പണിലാണോ, അതായത് അവർ നിങ്ങളുടെ അറ്റൻഷൻ അവൈലബിൾ ആണോ, നമ്മുടെ വീഡിയോ കാണാൻ അവൈലബിൾ ആണോ, എത്ര ഓഡിയൻസ് ആണ് നമ്മുടെ യൂട്യൂബിൽ ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. എനിക്ക് എൻ്റെ ഒരു വീഡിയോന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഒട്ടും വ്യൂസുകളോ സബ്സ്ക്രിപ്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു 100-150 ആൾക്കാരെ നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, സംഘടിപ്പിച്ച് വെക്കും സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. നമ്മുടെ ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാനും ചെയ്തിരുന്നത്. പിന്നെയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോസിന് സബ്സ്ക്രിപ്ഷൻ കയറുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ തുടങ്ങിയത്. മറ്റുള്ളവരുടെ താല്പര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണോ, നമ്മുടെ കണ്ടന്റ് കുക്കിംഗ് വീഡിയോ ആണോ, മേക്കപ്പ് ആണോ, സ്കിൻ കെയർ ആണോ, അല്ലെങ്കിൽ ടെക് ചാനൽസുകളാണോ. അപ്പോൾ യൂട്യൂബിനെ പറ്റിയുള്ള ഒരുപാട് ടെക് ചാനൽസുകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളാണോ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഏത് ചെയ്യുമ്പോഴാണ് ഓഡിയൻസിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്, ആ വീഡിയോസ് മാത്രം എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വ്യൂസുകളും ഒരുപാട് ഈ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷനും കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള കണ്ടന്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊന്നാണ് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി പോയി, നിങ്ങൾക്ക് മടി പിടിച്ചു, നിങ്ങൾക്ക് വ്യൂസ് ഇല്ല, സബ്സ്ക്രിപ്ഷൻ ഇല്ല, 365 ദിവസത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങളെ കൊണ്ട് പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ഈ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. അപ്പൊ നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെച്ചാൽ നമുക്ക് ഷുവറാണ് റിസൾട്ട് കിട്ടും. ഇപ്പൊ എന്റെ ചാനലിൽ എനിക്ക് വന്നിട്ട് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഓ ചേച്ചി 1000 സബ്സ്ക്രൈബേഴ്സ് ആയല്ലേ, നമ്മൾ അന്ന് പരിചയപ്പെട്ട് മെസ്സേജ് അയക്കുമ്പോഴത്തേനും 400 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു, എനിക്ക് 200, ചേച്ചിക്ക് 400 ഒക്കെ ആയിരുന്നു, ഇത്ര പെട്ടെന്ന് എനിക്ക് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത്. ഷോർട്ട് വീഡിയോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലോങ് വീഡിയോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നല്ല കേട്ടോ. നമ്മുടെ സൈഡിൽ അതും നമുക്ക് വേണം. നമ്മുടെ വ്യൂസ് കയറാൻ അല്ല, നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ലോങ് വീഡിയോസ് കമ്പൽസറി. ഇത്തരത്തിലുള്ള ചെറിയ ട്രിക്കുകൾ ഉപയോഗിക്കുക, ചെറിയ നാക്കുകളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ഷോർട്ട് വീഡിയോ ക്ലിക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നാക്കുകളൊക്കെ ഉപയോഗിക്കണം. പക്ഷെ കുറെ ആപ്പുകളിലൊക്കെ കണ്ടു നമ്മൾ ഇത്രയും പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സിനൊക്കെ അവരുണ്ടാക്കി തരുന്നൊക്കെ. അതിലൊന്നും ഒരിക്കലും ചെന്ന് ചാടരുത് കേട്ടോ. ഒക്കെ പക്ക ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ആരും അതിനൊന്നും മെനക്കെടാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഈ ഒരു കാര്യത്തിന് എൻ്റെ കൂടെ വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എനിക്ക് കമന്റ് അയക്കുന്ന ആൾക്കാർക്കും, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമുക്ക് ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ലൈക്സ് കാരണം, ഷെയർ ആവണം, കമന്റുകൾ കുറെ വരണം, അങ്ങനെയൊന്നും പറഞ്ഞാൽ
നടക്കുന്ന കാര്യമില്ല കേട്ടോ. അപ്പം നമുക്ക് ലൈക്സ് ഒക്കെ വളരെ കുറവായിരിക്കും, പക്ഷേ അത് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ആദ്യം തന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ലൈക്സും ഒരുപാട് ഷെയറും കമന്റുകളും ഒന്നും വരണമെന്നില്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മളിത് റെഗുലർ ആയിട്ട് യൂട്യൂബിന് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും എല്ലാം കയറും, നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടും. അപ്പൊ അതിന് നിങ്ങളെ കൊണ്ട് ഓഡിയൻസിന് ഇഷ്ടമാവുന്ന കണ്ടന്റ്, ഓഡിയൻസിന് വലിയ രീതിയിൽ അവർക്ക് ഉപകാരപ്പെടുന്ന കണ്ടന്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചാനലിൽ നിങ്ങളുടെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊരു സ്റ്റോപ്പ് കൊടുക്കാണ്ട്, നിങ്ങൾ അതിനൊരു ബ്രേക്ക് കൊടുക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ചാനൽ എന്തായാലും സക്സസ് ആവും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും അതിൻ്റെ പണിപ്പുരയിലാണെന്ന് പറയാം. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുമ്പോഴാണ് നമുക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു താല്പര്യം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും വീഡിയോസുകൾ ചെയ്യുക. നിങ്ങൾക്ക് കമന്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ വീണ്ടും വീഡിയോസുകൾ ചെയ്യുക. എന്തായാലും പുതിയ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും ഒരു സക്സസ് എന്തായാലും ഉണ്ടാവട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ യൂട്യൂബിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലൂടെയാണ് എനിക്കും സക്സസ് ആവാൻ പറ്റിയത്. നിങ്ങളും എന്തായാലും സക്സസ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക് യു കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും അടുത്തൊരു ദിവസം കാണുന്നവരെ ബൈ ബൈ, സീ യു.